3 28 വാക്യം. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. ഒരുമിച്ച് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവിൻ. കുരിശിന്റെ വഴിയിലെ ക്രിസ്തുവിന്റെ വേദന. ഞാൻ ഈ വചനം എൻ്റെ ഹൃദയത്തെ ആഴമായി സ്പർശിച്ചു. ഈ വചനം വായിക്കുമ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്ന കുറച്ച് ദൂതുകളുണ്ട്. സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് ഈ ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. കുരിശിന്റെ വഴിയാണിത്. യേശു ഗോൽഗോഥായിലേക്ക് നടന്നു പോകുന്ന ഒരു രംഗമാണ്. യേശുവിന്റെ ചുമലിൽ ഒരു ക്രൂശ് ഇരിപ്പുണ്ട്. 33 തിരുവയസ്സുള്ള നല്ല ഒരു യൗവനക്കാരൻ ഈ കുരിശിൻ ചുമന്നു പോകുമ്പോൾ അത് കണ്ട് സഹിക്കാനാവാതെ മാറത്തടിക്കുന്ന കുറച്ച് സ്ത്രീകളെ നോക്കിയിട്ട് എല്ലാ വേദനകളും കടിച്ചമർത്തി തിരിഞ്ഞു നിന്ന് അവരോട് പറയുകയാണ്, "Do not cry for me." എന്നെ ചൊല്ലി നിങ്ങൾ എന്ത് ചെയ്യണ്ട, എന്നെ ഓർത്ത് നിങ്ങൾ കരയണ്ട. ഞാൻ എന്തിനാണ് ഈ വചനം എടുത്തതും ഈ വചനം എനിക്ക് പ്രസംഗിക്കാൻ നിയോഗം കിട്ടിയതും എന്തെന്ന് ചോദിച്ചാൽ, ഈ ഒരു കാലഘട്ടം, ഈ ഒരാഴ്ച 2 ആഴ്ചയായി ലോകം അറിയപ്പെടുന്ന, ലോകം കാണാത്ത, ലോകം കേൾക്കാത്ത ഒരുപാട് വാർത്തകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഇളയ മകൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ 2 കുഞ്ഞുങ്ങൾ, 2 യൗവനക്കാർ തമ്മിൽ ഫൈറ്റിംഗ് ഉണ്ടായി. ഒരാളെ കുത്തിക്കൊന്നു. അവളൊരു രാത്രി ഉറങ്ങിയില്ല. പപ്പ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. തലേ ദിവസം അവരെല്ലാം സ്പോർട്സിന് വേണ്ടി ഗ്രൗണ്ടിൽ പന്ത് കളിക്കാനൊക്കെ എല്ലാവരും കൂടെ ഇറങ്ങിയതാണ്. അവരെ ആദ്യമായിട്ടാണ്. മിസോറാം ഒരു സ്വദേശിയാണ്, 3rd ഇയർ പഠിക്കുകയാണ്. ഒരു ചെറിയ വാശിയിൽ കുത്തിക്കൊന്നു. ഇതിങ്ങനെ അവളെ വല്ലാതെ അലട്ടി. ഭയത്തോടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നാട്ടിൽ കഴിയുന്നത്. ഇങ്ങനെ ഓരോ വാർത്തകൾ. അതിനോടനുബന്ധിച്ചാണ് ഒരു വീട്ടിലെ 5 പേരെ ഒരു 23-കാരൻ കൊല്ലുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവന്റെ തലക്കടിച്ചവനെ കൊന്നു. കോട്ടയത്ത് ഒരമ്മയും 2 മക്കളും ജീവിതത്തിൽ ഒരു നിവൃത്തിയുമില്ലാതെ എല്ലാവരും ഒറ്റപ്പെട്ടപ്പോൾ 3 പേരും കൂടെ കെട്ടിപ്പിടിച്ച് ട്രെയിനിന് മുൻപിൽ തലകുനിച്ച് നിന്നുകൊടുത്തു. ചിതറി ശവശരീരങ്ങൾ പല കഷ്ണങ്ങളാക്കി കോരി ഒരു ചാക്കിനകത്ത് അവർ കൊണ്ടുപോയി. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? പേടിപ്പിക്കാനോ നിങ്ങളെ വ്രണപ്പെടുത്താനോ നിങ്ങൾക്കൊരു നെഗറ്റീവ് ചിന്ത തരാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. നാം ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞു വേണം ജീവിക്കാൻ. ഞാനിതിന്റെ പിന്നിലെ റീസൺ എല്ലാം ഒന്നുകൂടെ സ്റ്റഡി ചെയ്തപ്പോൾ 23 വയസ്സുള്ളവൻ ഈ വലിയ കൊലപാതകം ചെയ്തതിന്റെ കാരണം കുറ്റപ്പെടുത്തലാണ്. തന്റെ വല്യമ്മ മുതൽ തന്റെ അപ്പന്റെ ജ്യേഷ്ഠൻ മുതൽ ഒടുവിൽ തന്റെ അമ്മ, തന്റെ സഹോദരങ്ങൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അതൊരു ശീലമായപ്പോൾ അവന്റെ മനസ്സിൽ വൈരാഗ്യമായി. ഒടുവിൽ സ്വന്തം അമ്മയെയും സ്വന്തം സഹോദരനെയും ചെറിയ ചുറ്റിക കൊണ്ട് മൂർച്ചയുള്ള ചുറ്റിക കൊണ്ട് ഓരോരുത്തരെയും തല്ലി വീഴ്ത്തുമ്പോഴും അവന്റെ വാശി അടങ്ങുന്നില്ല. ഒടുവിൽ നമുക്കറിയാം, ആ അമ്മ മൊഴി കൊടുത്തതും അവസാനം സ്നേഹിക്കുന്ന അമ്മ പറഞ്ഞു, ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞു. എന്നിട്ടും മജിസ്ട്രേറ്റിന്റെ മുൻപിൽ അമ്മ മൊഴി മാറ്റി പറഞ്ഞില്ല. അവിടെയും സ്നേഹിക്കുന്ന ഒരമ്മയുടെ, നൊന്തു പ്രസവിച്ച അമ്മയുടെ വാചകം, എൻ്റെ മകനെ ഒരു കേസിൽ കുറച്ചെങ്കിലും കിട്ടുന്നെങ്കിൽ അത്രയുമുണ്ട്. നമ്മുടെ തലമുറ വല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്.
അപ്പോൾ എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഈ വചനത്തോട് ഞാനത് കണക്ട് ചെയ്ത് പറയാം. യേശു പറഞ്ഞ ആ വാചകം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ടോ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവീൻ. അപ്പോൾ യെരൂശലേമിനെ കുറിച്ചുള്ള ദൈവിക കാര്യപരിപാടികൾ പഴയ നിയമം മുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. യെരൂശലേം പുത്രിമാരെ എന്ന് യേശു സംബോധന ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. യേശുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ യേശു ആദ്യം ചെയ്തത് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ഗലീലയിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ മുഴുവനും സഞ്ചരിച്ച് ദൈവരാജ്യത്തെ കുറിച്ച് യേശു പ്രസംഗിച്ചു. യേശു പ്രസംഗിച്ച അനന്തരം യെരൂശലേമിലേക്ക് യേശു പ്രവേശിക്കുകയാണ്. സാക്ഷാൽ പ്രവചനങ്ങൾ മുഴുവനും നിവർത്തിക്കപ്പെടാനും യേശു യെരൂശലേമിലാണ് മരിക്കേണ്ടതെന്നും പ്രവചനമുള്ളത് കൊണ്ടും യെരൂശലേമിൽ ദേവാലയമുണ്ട്, യെരൂശലേമിലാണ് പരിശുദ്ധാത്മാവ് വരേണ്ടത്, സ്വർഗീയ കാര്യ പരിപാടികളെല്ലാം നിവർത്തിക്കപ്പെടേണ്ട സ്ഥലം യെരൂശലേമാണ്. അതുകൊണ്ട് തന്റെ ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങൾ, തന്റെ ശുശ്രൂഷയുടെ അവസാന ആഴ്ചകളും ദിവസങ്ങളും യേശു യെരൂശലേമിൽ തന്നെയായിരുന്നു. എന്നാൽ യേശു യെരൂശലേമിലേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. യെരൂശലേമിലേക്കുള്ള യേശുവിന്റെ ആഗമനം മത്തായി സുവിശേഷം 21-ാം അധ്യായം 15-16 വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന് ഹോശന്ന എന്ന് ദൈവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്നവനോട് ചോദിച്ചു. യേശു അവരോട്, ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. മതി. യെരൂശലേമിനോട് സമീപിക്കുമ്പോൾ ഒലിവ് മലയിൽ അരികെ ബെത്സ്ഫഗയിൽ യേശു എത്തി. യെരൂശലേമിലേക്ക് താൻ പ്രവേശിക്കുകയാണ്. പ്രവേശിക്കുന്നതിന് മുൻപ് യേശു വെറുതെ പ്രവേശിക്കത്തില്ല, നടന്നു പോകത്തില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകൻ പ്രവചിച്ചു, സിയോൻ പുത്രി, ഇതോ നിന്റെ രാജാവ് സൗമ്യനായി ഒരു കഴുതപ്പുറത്ത് കയറി വരുന്നു എന്ന പ്രവചനം നിവർത്തിക്കപ്പെടാൻ യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ അവിടെ നിങ്ങൾക്ക് കാണാം, അതിനെ അഴിച്ചുകൊണ്ടുവരുവീൻ. യേശു അതിന്റെ ചുമലിൽ കയറുകയാണ്. യേശു യെരൂശലേമിലേക്ക് പ്രവേശിക്കുകയാണ്. മഹാപുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, യെരൂശലേം എന്ന വലിയ ദൈവാലയം ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന യെരൂശലേമിലേക്ക് യേശു പ്രവേശിക്കുന്നത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ്. യേശു യെരൂശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിനെ അനുഗമിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരാദ്യം ചെയ്തത് അവരുടെ വസ്ത്രമെല്ലാം വഴിയിൽ വിരിച്ചു. യേശു ആ കഴുതപ്പുറത്ത് കയറി വരുന്നതിനനുസരിച്ച്, നടന്നു വരുന്നതിനനുസരിച്ച് അവരുടെ വസ്ത്രവും ആ മരത്തിന്റെ ചില്ലകളുമെല്ലാം വെട്ടി ഹോശന്ന ഹോശന്ന എന്ന് പാടിക്കൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. പരീശന്മാർ ഇത് കാണുമ്പോൾ മുൻപിൽ നിൽക്കുന്ന ബാലന്മാരെയാണ് ശ്രദ്ധിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, ദാവീദ് പുത്രന് ഹോശന്ന എന്ന്. അവിടെ നിൽക്കുന്ന ബാലന്മാർ മുഴുവനും വിളിച്ചു പറഞ്ഞപ്പോൾ പരീശന്മാർ ഇത് കണ്ട് നീരസപ്പെട്ടു. അവർക്കത് പിടിച്ചില്ല, അവർക്ക് അസൂയ പൂണ്ടു. അവർ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടിയാണ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നീ പുകഴ്ച നിയമിച്ചിരിക്കുന്നു, പുകഴ്ച ഒരുക്കിയിരിക്കുന്നു. ഇന്ന് പകൽ ഒരു കാര്യം ശ്രദ്ധേയമാണ്. യേശു ചെന്നിടത്തെല്ലാം ബാലന്മാർ യേശുവിന്റെ കൂടെ ഉണ്ട്.
യേശു ചെന്നിടത്തെല്ലാം യേശുവിന്റെ കൂടെ ശിശുക്കളുണ്ട്. അതുകൊണ്ടാണ് ശിശുക്കളെ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന രംഗം നമുക്കറിയാം. അപ്പോൾ യെരൂശലേമിലേക്ക് യേശുവിന്റെ ആദ്യത്തെ എൻട്രി ഇങ്ങനെയാണ്, വെറുതെ അല്ല, ഒരു സെലിബ്രേഷനിലൂടെയാണ്. ദാവീദ് പുത്രന് ഹോസന്ന എന്ന് ആർത്ത് സ്തുതിക്കുന്ന ഒരു വലിയ സമൂഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് യേശു യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് പകൽ നാം ആരാധിക്കുന്ന കർത്താവ് ചെറിയവനല്ലെന്ന് തിരിച്ചറിയണം. നാം ആരാധിക്കുന്ന യേശു ആരാണെന്ന് നമ്മുടെ സന്തതികളെ പറഞ്ഞു പഠിപ്പിക്കണം. മറ്റുള്ളത് പഠിപ്പിക്കുന്നതിലും നല്ലത് യേശുവിനെ സ്തുതിക്കാനും ആരാധിക്കാനും യേശുവിന് സ്തോത്രം ചെയ്യാനും യേശുവിന് വേണ്ടി ജീവിക്കാനും നമ്മുടെ സന്തതികളെ ഒരുക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഈ തലമുറയ്ക്ക് വേണ്ടി വളരെ കരയേണ്ട ഒരു കാലമാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങളുടെ തലമുറ പോകുന്ന വഴിയിൽ തള്ളിവിടരുത്. നിങ്ങളുടെ തലമുറയെ പോകേണ്ടുന്ന വഴിയിലൂടെ നിങ്ങൾ നയിക്കണം. നമ്മുടെ തലമുറ എന്ത് കാണിച്ചാലും ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓർത്തോണം, നാളെ നിന്റെ കയ്യിൽ ഇത് കാണത്തില്ല. എന്നാൽ ഇന്ന് പകൽ ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ല. ഇന്ന് പകൽ എത്ര പേര് അത് തിരിച്ചറിയുന്ന, വചനം തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ, മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് ലൈഫ് വിട്ടുകൊടുക്കരുത്. അത് അപകടമാണ്. നിങ്ങൾ ഒരുപാട് കരയേണ്ടി വരും. എന്നാൽ ഇന്ന് പകൽ നാം അറിഞ്ഞ ഒരു സത്യമുണ്ട്, നാം എടുത്ത ഒരു വചനമുണ്ട്, നാം സേവിക്കുന്ന ഒരു വചനമുണ്ട്, നാം അറിഞ്ഞ ഒരു വചനമുണ്ട്, നാം അനുസരിക്കുന്ന ഒരു വചനമുണ്ട്, നാം ഫോളോ ചെയ്യുന്ന ഒരു വചനമുണ്ട്. ഈ വചനത്തിന് വിരുദ്ധമായി തലമുറയിൽ എന്ത് കണ്ടാലും അത് നോ എന്ന് പറയാൻ അപ്പനും അമ്മയ്ക്കും ശക്തി ഉണ്ടാകണം. യേശുവിന്റെ ഈ വാക്കൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതിലേക്ക് നമുക്ക് വരാം. യേശുവിന്റെ യെരൂശലേമിലേക്കുള്ള ആഗമനം കണ്ടോ? ഇനിയും യെരൂശലേമിനെ നോക്കി യേശു പ്രവചിച്ച ഒരു പ്രവചനം കൂടെ ഉണ്ട്. അതോടെ നമുക്ക് വായിച്ചിട്ട് വേഗം വരാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെ കുറിച്ച് കരഞ്ഞു. യെരൂശലേമിനെ നോക്കി യേശു കരയുകയോ? ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ നിന്റെ കണ്ണിൽ അത് മറഞ്ഞിരിക്കുന്നു. കണ്ടോ? നീ അറിയേണ്ടത് അറിയണം, പക്ഷെ ഇപ്പോഴും അത് മറഞ്ഞിരിക്കുകയാണ്. നിന്റെ സന്ദർശന കാലം നീ അറിയാഞ്ഞത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി. നിന്നെയും കണ്ടോ? വാക്യം ശ്രദ്ധിക്കണം. നിന്നെയും നിന്നിലുള്ള മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം. ഹല്ലേലൂയ. മതി. യേശു എന്താ യെരൂശലേമിനെ നോക്കി പ്രവചിച്ചത്, കരഞ്ഞത്? ഈ നാളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയാം, നമ്മുടെ സന്തതികൾക്ക് വേണ്ടി കരയേണ്ട കാലമാണിത്. നമ്മുടെ സന്തതി ദൈവവിശ്വാസം വിട്ടുപോകരുത്. നമ്മുടെ സന്തതി അന്യാരാധന ശക്തികൾക്ക് അടിമയാകരുത്. നമ്മുടെ സന്തതി മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയാകരുത്. കഴിഞ്ഞ ദിവസം ഒരു കഞ്ചാവ് ഉപയോഗിച്ച ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, കഞ്ചാവും എലിവിഷനും കൂടെ മിക്സ് ചെയ്ത് അടിച്ചെങ്കിൽ ലഹരി മണിക്കൂറുകൾ നിൽക്കും. അപ്പൊ ഈ കഞ്ചാവ് മേടിച്ചിട്ട് അതിനകത്ത് ടെലിവിഷൻ കൂടെ ആഡ് ചെയ്യുമ്പോ 2 മണിക്കൂറിന് പകരം 20 മണിക്കൂർ കിട്ടും. അപ്പൊ ഇങ്ങനെ ലഹരിയിൽ ഇങ്ങനെ ആഘോഷിച്ച് സന്തോഷിക്കും. ഇത് കിട്ടാതെ വരുന്നതിന്റെ ഡിപ്രഷനാണ് ഇപ്പോൾ ക്രൈം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വെള്ളം അടിച്ചിട്ട് നാട്ടുകാരെ മുഴുവൻ തല്ലുന്നു.
നാട്ടുകാർ മുഴുവൻ ഓടും. ഞാൻ വിചാരിച്ചോടാ ഇത്രയും പേടിത്തൊണ്ടന്മാരാണ് നാട്ടുകാർ. എന്തൊരു കാലമാണ്! ആണും പെണ്ണും ആരാണെന്ന് തിരിച്ചറിയാൻ ഒക്കാത്ത ഒരു കാലഘട്ടത്തിലാണ്. സ്ത്രീകൾ പോലും ഇന്ന് മദ്യശാലകൾ ഇഷ്ടം പോലെ കേരളത്തിലുണ്ട്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? നമ്മുടെ തലമുറ ഈ റോഡിലൂടെ ഒക്കെയാ പോകുന്നത്. പ്രൈസ് ഗോഡ്. ആമേൻ. നമ്മുടെ തലമുറ സ്കൂളിൽ വിടണ്ടേ? നമ്മുടെ തലമുറ പഠിക്കണ്ടേ? അവരെ ഷോപ്പിങ്ങിന് വിടണ്ടേ? അവർക്ക് സമൂഹത്തിൽ ജീവിക്കണ്ടേ? പക്ഷെ എന്നാൽ അവർ ഈ റൂട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ അവരെ നോക്കി നിൽക്കുന്ന കഴുകൻ കണ്ണുകളുണ്ട്. ആ കണ്ണുകളെ തിരിച്ചറിഞ്ഞിട്ട് അവരെ നേരായ പാതയിലൂടെ നടത്താൻ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ സമാധാനത്തിനായി ഉള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ അവരുടെ മേൽ ശത്രു തൊടാതെ വണ്ണം സ്വർഗം അവരെ പരിപാലിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ തലമുറ വീണുപോകും. നമ്മുടെ തലമുറ ദൈവവിശ്വാസം നഷ്ടപ്പെടുത്തും. കണ്ടില്ലേ ഒരു മകൻ അപ്പനെ കുത്തിക്കൊന്നത്, തകർത്തത്? അവനും പള്ളിയിൽ പോകുന്ന, അവനും പെന്തക്കോസ്ത് പള്ളിയിൽ പോകുന്നവനായിരുന്നു. കുറച്ചു നാൾ വിശ്വാസ കുടുംബത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു ഇതെല്ലാം കണ്ടിട്ടും ഇന്നും ഭയമില്ലാതെ ലോകത്തിന്റെ സകല സുഖങ്ങളും ആഡംബരങ്ങളും എത്രമാത്രം ശരീരാത്മദേഹികളിൽ കൊണ്ടുവരാമോ അതെല്ലാം കൊണ്ടുവന്ന് സുഖിച്ച് പുളച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തോട് വിളിച്ചു പറയാനുള്ളത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം എല്ലാം തകർന്നു പോകുന്ന ഒരു നിമിഷമുണ്ടെന്ന്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മറ്റു പ്രവാചകന്മാർ പറഞ്ഞതല്ല. ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗീയ പിതാവിന്റെ ഓമന പുത്രനായ ക്രിസ്തു തന്നെ ഇന്ന് പകൽ വിളിച്ചു പറയുകയാണ്, ഈ നാളിൽ നിന്റെ സമാധാനത്തിനായി ഉള്ളത് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ പറഞ്ഞു വിടണം. മറ്റുള്ളവർ എന്തെങ്കിലും കൊടുത്താൽ മേടിച്ച് കഴിക്കരുത്. ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോ യെരുശലേമിലേക്കുള്ള യേശുവിന്റെ പ്രവേശനം, 2 യെരുശലേമിനെ കുറിച്ചുള്ള യേശുവിന്റെ പ്രവചനം. അപ്പൊ പ്രവേശനവും പ്രവചനവും. യെരുശലേമിനെ നോക്കി ഒരു പ്രവാചകൻ ഒരിക്കൽ പ്രവചിച്ചു. യിരെമ്യാ പ്രവാചകൻ. ലമെന്റേഷൻ, വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. വേഗം നിങ്ങൾ ശ്രദ്ധിക്കണേ. യെരുശലേം കഠിന പാപം ചെയ്തിരിക്കുകൊണ്ട് മലിനയായിരിക്കുന്നു. അവളെ ബഹുമാനിച്ചവരൊക്കെയും അവളുടെ നഗ്നത കണ്ടിട്ട് അവളെ നിന്ദിക്കുന്നു. അവളോ നെടുവി. യെരുശലേം എന്ന സ്ഥലത്തെ കുറിച്ച്, ഒരു രാജ്യത്തെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. അടുത്തത് ഹല്ലേലൂയ. യെരുശലേമിനെ നോക്കി യേശു കരഞ്ഞതിന്റെ കാരണം കണ്ടോ? എന്താ കാരണം? അവളുടെ മലിനത ഉടുപ്പിന്റെ വിളുമ്പിൽ കാണുന്നു. അവൾ ഭാവികാലം ഓർത്തില്ല. അവൾ അതിശയമാവണ്ണം വീണുപോയി. യെരുശലേം വീഴും, തകരും. അവളെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. ഹല്ലേലൂയ. യഹോവേ ശത്രു വമ്പു പറയുന്നു. കണ്ടോ? പ്രാർത്ഥിക്കുക. വിലാപങ്ങൾ യിരെമ്യാവ് പ്രാർത്ഥിക്കുകയാ. യെരുശലേമിനെ ആക്രമിച്ച നെബൂഖദ്നേസർ മുതലുള്ള പ്രവാചകനായ യിരെമ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. ഭാവി കാലങ്ങളിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റു പ്രവാചകന്മാരുടെ വാക്കുകളേക്കാൾ അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായ യേശുവിന്റെ പ്രവചനം തന്നെ നമുക്ക് എടുത്താൽ മതി. ഈ ലെമനേഷനിലെ അതിന്റെ 5-ന്റെ 10-ഉം 11-ഉം 12 വാക്യങ്ങൾ വായിച്ചു. വേഗം വായിച്ചേ. ക്ഷാമത്തിന്റെ കാഠിന്യ നിമിത്തം നമ്മളിപ്പോ കാണുന്നത് യെരുശലേമിനെ കുറിച്ച് അങ്ങനെയല്ലേ? എന്തെല്ലാം പ്രതിസന്ധികളാണ് ഇപ്പൊ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. യെരുശലേമിൽ എന്തെല്ലാം സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. വേഗത്തിൽ. സിയോനിൽ സ്ത്രീകളെയും യഹൂദ പട്ടണങ്ങളിൽ കന്യകമാരെയും വഷളാക്കിയിരിക്കുന്നു. അവർ സ്വന്തം കൈകൊണ്ട് പ്രഭുക്കന്മാരെ തൂക്കിക്കളഞ്ഞു. വൃദ്ധന്മാരുടെ മുഖം ആദരിച്ചില്ല. യൗവനക്കാർ തിരികല്ല് ചുമക്കുന്നു.
ബാലന്മാർ വിറക് ചുമടും കൊണ്ട് വീഴുന്നു. വൃദ്ധന്മാരെ പട്ടണവാതിക്കലും യൗവനക്കാരെ സംഗീതത്തിനും പാടാനും കാണുന്നില്ല. ഞങ്ങളുടെ ഹൃദയ സന്തോഷം ഇല്ലാതെയായി. ഞങ്ങളുടെ നൃത്തം വിലാപമായി തീരുന്നു. ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി. ഞങ്ങൾ പാപം ചെയ്യുക കൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം അടുത്തത്. ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു. ഇതു നിമിത്തം ഞങ്ങളുടെ കണ്ണു മങ്ങിയിരിക്കുന്നു. സിയോൻ പർവ്വതം ശൂന്യമായി, കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നു. യഹോവേ നീ ശാശ്വതനായും ഹല്ലേലൂയ നിന്റെ സിംഹാസനം തലമുറ തലമുറയായി ഇരിക്കുന്നു. നീ സദാകാലം ഞങ്ങളെ മറക്കുന്നതും ദീർഘകാലം ഞങ്ങളെ തണ്ടി ഉപേക്ഷിക്കുന്നതും എന്ത്? കണ്ടവർ പ്രാർത്ഥി, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. എത്ര പേർ ഇന്ന് പകൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? പണ്ടത്തെ പോലൊരു നല്ല കാലം. പണ്ടത്തെ കാലം എന്ത് രസമായിരുന്നു. സ്കൂളിലൊക്കെ സൈക്കിളിലൊക്കെ സ്കൂളിൽ പോകുന്ന കാലം. കറുത്ത റബ്ബർ ബാൻഡുണ്ട്, 1/2 ഇഞ്ച് വീതി. അത് സൈക്കിളിന്റെ പുറകെ കുരുക്കണം. 7 പീരീഡുള്ള ബുക്കെല്ലാം കൂടെ വെച്ചിട്ട് ബാൻഡിട്ടൊരു കെട്ടും. എന്നിട്ട് ചീരത്തോരന്റെ ചമ്മന്തിയും ഒരു ടിഫിൻ ബോക്സ്. എന്നും ചുവന്ന ചോറാണ്. അത് കഴിക്കാൻ എന്തൊരു സുഖമാണല്ലേ. നാരങ്ങ മുട്ടായി, ഇഞ്ചി മുട്ടായി, ഇതൊക്കെ കഴിക്കാൻ എന്തൊരു സുഖമാണല്ലേ. പണ്ടത്തെ പോലൊരു നല്ല കാലം. ഇപ്പൊ മിഠായി മുഴുവനും കഞ്ചാവ്. ഇപ്പോ നാരങ്ങ മുട്ടായിക്കകത്ത് MDMA ഉണ്ട്. അപ്പോ അങ്ങനത്തെ ഒരു കാലം. പണ്ടത്തെ കാലം ഒന്ന് ഓർത്തു നോക്കി, എന്നെ രസമായിരുന്നു. അന്ന് ക്ലബ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ഫിലിക്സ് ക്ലബ് എന്ന് ഒരു ക്ലബുണ്ട്. അവിടെ പന്ത് കളിയാണ്, എല്ലാവരുടെ കൂടും. അന്ന് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമാണ്. അടിയും ബഹളമൊന്നുമില്ല. ഒരുത്തം വീണാൽ പെട്ടെന്ന് പോയി എഴുന്നേക്കും. ഇപ്പൊ കളിയല്ല, കളി കാര്യമായ കാലമാണ്. കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ഒരു കാലം. പണ്ടത്തെ ഒരു കാലം എന്തൊരു രസമായിരുന്നല്ലേ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അമ്മച്ചിമാരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ചൂട്ടുകറ്റ ഒന്നിച്ച് കെട്ടി, ആമേ സ്തോത്രം, ഈ ചൂട്ടും ഈ ഓലയും ഉണക്ക ഓലയെല്ലാം കൂടെ ഒന്നിച്ച്, അതാണ് ടോർച്ച്. ഒരമ്മച്ചി കൊണ്ട് ഇങ്ങനെ വീശിപ്പോ. 8 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ മാക്സിമം. അത് അധികം പോകത്തില്ല, എന്നാലും വീശി അടുത്തത് സ്റ്റോക്ക് ഉണ്ട്. ഇത് തീരുമ്പോൾ ചെയിനാണ്. അടുത്തത് കത്തിച്ച് വീണ്ടും വീശി. ആ നിലാവെട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയി ആരാധനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന രംഗമൊക്കെ ചിലപ്പോൾ ഓർക്കുമ്പോൾ, ദൈവമേ പണ്ടത്തെ പോലൊരു നല്ല കാലം, പണ്ടത്തെ പോലൊരു നല്ല കാലം കൊതിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ കാലം എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് നമ്മൾ അറിയത്തില്ല. ഇനി നമ്മളിവിടെ വരുമ്പോൾ AI ക്യാമറ ആയിരിക്കും നമ്മളെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. റോബോട്ട് പറയും ആരാധിക്കാൻ. ചിലപ്പോൾ പാസ്റ്റർക്ക് പകരമൊക്കെ ഇവിടെ റോബോട്ടായിരിക്കും, അറിയത്തില്ല. മനുഷ്യന്റെ ടെക്നോളജിയിലേക്ക് വരിക. ഇതാകുമ്പോൾ വലിയ ചെലവൊന്നും ഇല്ലല്ലോ, ഒരു റോബോട്ടിനെ ഇവിടെ കൊണ്ടു നിർത്തി സ്വതന്ത്രം ചെയ്താൽ ഒറ്റ ചെലവ്. പുള്ളിക്ക് പാഴ്സലേജ് ഒന്നും വേണ്ട, ഏതൊരു മൂലയ്ക്കോട്ട് കൊണ്ടിരുത്തിയാണ്. വലിയ ചെലവൊന്നും വരുന്നില്ല. അപ്പൊ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളും ആരായിരിക്കും? അപ്പൊ നമ്മളും പറയും, എനിക്ക് പകരം ഒരു റോബോട്ടിനെ ഞാൻ അയച്ചിട്ടുണ്ട്. പുള്ളി മെസ്സേജ് കൊടുക്കുന്നത്, ഇവിടെ റോബോട്ട് മാസ്റ്റർ മെസ്സേജ് കൊടുക്കുന്ന, റോബോട്ട് വിശ്വാസി കേട്ടിട്ട് അങ്ങോട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. എങ്ങനെയൊക്കെയാ കാലം തിരിയെന്ന് പറഞ്ഞൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ പണ്ടത്തെ പോലെ അവരുദ്ദേശിച്ചത് ഭൗതികമല്ല. അവരുദ്ദേശിച്ചത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ട ആത്മീയ സന്തോഷം അവരിലേക്ക് തിരികെ വരണമെന്നാണ് അവർ പ്രാർത്ഥിച്ചത്. ഞാൻ ആ വചനത്തിലേക്ക് വരിക, സമയം പോയി. ഒരു യേശുവിൻ്റെ ഗത്സമനയിൽ നിന്ന്
പീലാത്തോസിന്റെ കൽത്തളം വരെയും പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഗോൽഗോഥ വരെയുമുള്ള യേശുവിന്റെ യാത്ര നമ്മുടെ മനസ്സിലേക്ക് തോന്നി. ഗത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ റോമൻ പട്ടാളം വന്നു, യേശുവിനെ അറസ്റ്റ് ചെയ്തു, കയ്യിൽ ചങ്ങലയിട്ട് കൊണ്ടുപോവുകയാണ്. 6 തവണ യേശുവിനെ വിസ്തരിച്ചു. ഹന്നാവ്, കയ്യഫാവ്, ഹെരോദാവ്, സന്നിധി സംഘം, പീലാത്തോസ് 2 തവണ. അങ്ങനെ 6 തവണ വിസ്തരിച്ചിട്ടും he is a righteous man, അവൻ നീതിമാൻ, അവനിൽ ഒരു കുറ്റവും ഇല്ല. ജഡ്ജ്മെന്റിന്റെ അവസാന സെന്റൻസിലും നീതിമാനായ ഒരു മനുഷ്യനെ കൊല്ലാൻ ഒരു വലിയ സമൂഹം ഒരുമിച്ച് ആർത്തുകൊണ്ട് പറഞ്ഞു, ക്രൂസിഫൈ ഹിം, അവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക, ക്രൂശിക്കുക. യേശുവിനെ ചാട്ടാവാറ് കൊണ്ട് അടിച്ചിട്ട് വിട്ടുകളയാമെന്ന് വിചാരിച്ച് പീലാത്തോസ് ആഗ്രഹിച്ചെങ്കിലും പുരുഷാരത്തെ അന്നത്തെ പരീശന്മാരും റൂളേഴ്സും എല്ലാം വിളക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ വിളിച്ചു പറ, ക്രൂശിക്കുക, ക്രൂശിക്കുക എന്ന്. യേശുവിനെ ക്രൂശിപ്പാനായി വിട്ടുകൊടുക്കുക. ശരീരമെല്ലാം തകർക്കപ്പെട്ടവനായി, ചീന്തപ്പെട്ടവനായി, മുഖത്തെ ഓരോ രോമങ്ങൾ പിഴുതവനായി, മുഖമെല്ലാം രക്തം കൊണ്ട് നിറഞ്ഞവനായി, ശരീരമെല്ലാം തകർക്കപ്പെട്ടവനായി ക്രൂശിപ്പാനായി യേശുവിനെ കൊണ്ടുപോകും. അന്നത്തെ 3 മരണവിധിയുണ്ട്, മരണരീതികളുണ്ട്. ഒന്നുകിൽ തല ഛേദിച്ച് കളയുക, അല്ലെങ്കിൽ അഗ്നിക്കിരയാക്കുക, 3 ക്രൂശിക്കുക. ഈ 3 ശിക്ഷാ നടപടിയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായത്. യേശുവിന് അടുത്തത് ക്രൂശ് മരണമാണ്. യേശുവിന്റെ ചുമലിൽ ക്രൂശ് വെച്ചിട്ട് ക്രൂശിപ്പാനായിട്ട് ഗോൽഗോഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. യേശു വീണുമെഴുന്നേറ്റ് നടക്കുവാൻ കഴിയാത്ത ലെവലിൽ എത്തിയിട്ടും ക്ഷീണം കൊണ്ട് തളർന്നു വീഴുമ്പോഴും ആ കാൽപാദങ്ങളിൽ ഇറ്റിറ്റു വീഴുന്ന രക്തത്തുള്ളികൾ, ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ഓരോ രക്തത്തുള്ളികളും ഈ പ്രപഞ്ചത്തിന്റെ, ഈ ഭൂമിയുടെ ഓരോ പാപക്കറകളെ കഴുകി കളയാൻ ആ രക്തത്തിന്റെ ശക്തിക്ക് കഴിയുമെന്ന് ചുറ്റും നിന്ന പുരുഷാരം അറിഞ്ഞില്ല. ക്രൂശീകരണത്തിനായി യേശുവിനെ കൊണ്ടുപോകുമ്പോൾ യേശുവിനൊപ്പം വലിയൊരു പുരുഷാരമുണ്ട്. നൊന്തു പ്രസവിച്ച അമ്മമാരുണ്ട്, പ്രസവ വേദന അറിഞ്ഞ അമ്മമാരുണ്ട്. അവിടെ ഒരു വാക്യമുണ്ട്, മച്ചിയും മുലകുടിക്കാത്ത മുലമെടുക്കാത്ത സ്ത്രീകളും ഭാഗ്യമുള്ളവർ എന്നവിടെ കൊടുത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആർക്കും ഇനിയും മക്കൾ ജനിക്കല്ലേ. മക്കൾ ഉണ്ടാകുന്നതിലും നല്ലത് മച്ചിയായി ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് അതിന്റെ അർത്ഥം. കാരണം ജനിച്ചുപോയ മക്കളെ വളർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ വേദന സ്ത്രീകൾ കണ്ട് മാറത്തടിച്ചിട്ട് ഒരു യൗവനക്കാരൻ ഇതാ യെരൂശലേമിന്റെ തെരുവീഥിയിലൂടെ ഒരു ക്രൂശ് ചുമന്നു കൊണ്ടുപോകുകയാണ്. ഒരു മനുഷ്യൻ വയലിൽ നിന്ന് കയറി വരുന്ന ശീമോനെ കണ്ടപ്പോൾ അവര് പറഞ്ഞു, നീ അല്പം നീ ക്രൂശ് ചുമക്കാൻ. അവൻ ക്രൂശ് ചുമന്നപ്പോഴും യേശു അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവന്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, നീ ചുമക്കേണ്ടതല്ല, ഇത് ഞാൻ ചുമക്കേണ്ടത്. യേശു വീണ്ടും എഴുന്നേറ്റ് സ്ത്രീകൾ കൂട്ടക്കരച്ചിലാണ് യേശുവിന്റെ പുറകെ. അയ്യോ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനാണോ ഈ തകർക്കപ്പെട്ടവനായി ക്രൂശ് ചുമന്നു കൊണ്ടുപോകുന്നത്? കുഞ്ഞുങ്ങളെല്ലാം മാറത്തടിക്കാൻ തുടങ്ങി, അമ്മമാര് മാറത്തടിക്കാൻ തുടങ്ങി. യേശുവിന്റെ ചെവിയിലേക്ക് നിലവിളി വന്നപ്പോൾ യേശു തന്റെ തോളത്തിരിക്കുന്ന കുരിശ് അതിൽ നിന്ന് തലയൊന്ന് ചരിച്ചിട്ട് മാറത്തടിക്കുന്ന അമ്മമാരോട് പറഞ്ഞു, എന്നെ ചൊല്ലിക്കരയണ്ട, എന്നെ ചൊല്ലിക്കരയണ്ട. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനൊരു മെസ്സേജ് ഉണ്ട്. ഈ തകർക്കപ്പെട്ട എന്റെ ശരീരത്തിൽ
വഹിപ്പാൻ കഴിയാത്ത ഈ കുരിശ് എന്റെ ചുമലിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഈ നിമിഷം നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി തിരിഞ്ഞു പറയാനുള്ളത് ഒറ്റ ഒരു വാചകമേ ഉള്ളൂ. എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരവീ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. ശരീരം മുഴുവൻ രക്തത്തുള്ളികളാണ്, തകർക്കപ്പെട്ട് നിൽക്കുക. റൂളേഴ്സ് പുറകിലുണ്ട്, പരീക്ഷന്മാരുണ്ട്, സദൂക്യരുണ്ട്, സന്നിധിര സംഘമുണ്ട്, ജഡ്ജിങ് പാനൽ മുഴുവനും ഈ ശിക്ഷ വിധിക്കാൻ പുറകെ പോകുമ്പോഴും 33 വയസ്സുള്ള യൗവനക്കാരൻ ഒരു ഇഞ്ച് പോലും അവിടെ വിട്ടുകൊടുക്കാതെ, ഒരു നിമിഷം പോലും തളർന്ന് 10 മിനിറ്റ് കിടക്കാതെ ആ തോളത്ത് വെച്ച ക്രൂശ് അവൻ എടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അല്പനേരം മുൻപ് ഗെത്സമനിൽ ഇരുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയ്ക്കകത്തൊരു ശക്തി കിട്ടിയിരുന്നു. അവിടെ ലൂക്കോസ് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉയരത്തിൽ നിന്നൊരു ദൂതൻ വന്ന് യേശുവിനെ ശക്തീകരിച്ചു. സഹിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകൾ ചുമക്കാൻ പോകുന്ന കുരിശിന്റെയും ആഘാതവും അതിന്റെ ഭാരവും സ്വർഗത്തിന് അറിയാം. അത് കണ്ടിട്ട് സ്വർഗം ഒരു ദൂതനെ ഇറക്കിയിട്ട് തന്റെ പുത്രനെ ശക്തീകരിച്ചു. ആ ശക്തി കൊണ്ട് വീണുമെഴുന്നേറ്റ് ഓരോ സ്റ്റെപ്പുകളും യെരൂശലേമിന്റെ വീഥിയിലൂടെ ക്രൂശ് ചുമക്കുമ്പോഴും അവിടെ വിളിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്: എന്നെ ചൊല്ലിക്കരയണ്ട. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അവൻ അല്പം കൂടെ കഴിഞ്ഞ് ഞാൻ മരിക്കും, അല്പം കഴിഞ്ഞ് ഞാൻ അടക്കപ്പെടും, എന്നാൽ 3-ാം ദിവസം ഞാൻ തിരിച്ചു വരും. അതുകൊണ്ട് എന്നെ ചൊല്ലി നിങ്ങൾ കരയണ്ട. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ വാചകമേ ഉള്ളൂ: നിങ്ങളെയും നിങ്ങളുടെ തലമുറയെ ചൊല്ലി കരവീ. ക്രൂശിന്റെ വഴി വേദനയും ഒരമ്മയും ഇത് കണ്ട് സഹിച്ചു നിൽക്കില്ല, ഒരപ്പനും ഇത് കണ്ട് സഹിച്ചു നിൽക്കത്തില്ല. നല്ല യൗവനമുള്ള, നല്ല മേനിയുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ പകർന്നവനായി ക്രൂശമെടുത്ത് നടന്നു നീങ്ങുമ്പോൾ രക്ഷയുടെ വില മനസ്സിലാക്കണേ. നിന്റെ വീണ്ടെടുത്തതിന്റെ വില മനസ്സിലാക്കണേ. തമാശയാക്കല്ലേ. സ്പിരിച്വൽ ലൈഫിന്റെ സീരിയസ്നെസ് കൊടുത്തു വേണം ജീവിക്കാൻ. ആത്മീയ ജീവിതം കളിയല്ല, തമാശയല്ല. എങ്ങനെ ജീവിച്ചിട്ടോ ഞായറാഴ്ച വന്ന് കൈയടിച്ച് ഒരു പ്രസംഗം കേട്ട് പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഞാൻ കഴിഞ്ഞതിന് മുൻപത്തെ ഞായറാഴ്ച ഓർപ്പിച്ചതുപോലെ ക്രൂശിന്റെ ഭാരം ഒരിക്കലും കുറയത്തില്ല, പക്ഷെ നിന്റെ ഭാരം കുറയും. ക്രൂശ് സെറ്റാണ്, 70 കിലോയും അതിനുണ്ട്. പക്ഷേ ചുമക്കുന്ന നിന്റെ ഭാരം കുറയും. ബലഹീനത നിനക്കുണ്ടാകും, പക്ഷേ നിന്റെ ചുമലിൽ കർത്താവ് തന്ന ക്രൂശ് ചുമക്കണമെങ്കിൽ ഉയരത്തിന് ശക്തി വേണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ. പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയട്ടെ, എത്ര പേര് തങ്ങളെ തന്നെ ചൊല്ലിക്കരയും? എത്ര പേര് ഇന്ന് പകൽ മക്കളെ ചൊല്ലിക്കരയും? ഇവിടെ ഇരിക്കുന്നവർ ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്നു. 2 പെൺമക്കളുള്ള അപ്പനാണ് ഞാൻ. ഞങ്ങളിപ്പോൾ 4 പേരും 4 ഇടയ്ക്ക് ഹൃദയമൊക്കെ ഒന്ന് പടയും. കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറയുമ്പോ, അവർക്ക് എന്തെങ്കിലും ഒരു ഫീലിങ്സ് വരുമ്പോ ഓടിയെത്താൻ പറ്റുന്നില്ല, കൂടില്ല. പക്ഷെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കും, തലമുറകൾ എവിടെയാണെങ്കിൽ അവർക്കൊരു കേടുവരുത്. അപ്പന്റെ വേദന, അമ്മയുടെ വേദന ചെറിയ വേദന. ഇത്രയും നൊന്ത് പ്രസവിച്ച് അവരുടെ ഓരോ ഘട്ടത്തിലെയും വളർച്ചകൾ നിരീക്ഷിച്ച് അവരുടെ കളിതമാശകളൊക്കെ കണ്ട് കൈവെള്ളയിൽ താഴെ പോകാതെ അവരെ ദൈവകൃപയിൽ ഇങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ അവർക്കൊരു കുറവ്, അവർക്കൊരു ലാഗ് കണ്ട്, അവരുടെ ഒരു പ്രശ്നം കണ്ടാൽ ഏതപ്പനെ ഉറങ്ങുന്നത്, ഏതമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയും? മക്കളെ ചൊല്ലി കരയാൻ എത്ര അമ്മമാർ ഇവിടെ ഇരിപ്പുണ്ട്. സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ജോലിയൊക്കെ ഉണ്ട്, നല്ലത് തന്നെ. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അത്
സന്തതികളെ ഓർത്ത് ഇന്ന് പകൽ കരയാൻ എത്ര അമ്മമാർക്ക് കഴിയും? അത് ചെറുതായിക്കോട്ടെ വലുതായിക്കൊള്ളട്ടെ. ഇനിയും ഈ തലമുറയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയാം എന്റെ സന്തതിക്ക് ഒരു കുഴപ്പമില്ല, ചുമ്മാതാ. നമ്മുടെ കുഞ്ഞ് എവിടെയൊക്കെ പോകുന്നു, എങ്ങനെ പോകും, നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. നാളെ എന്നാൽ ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് നീ ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്തിയാൽ, നീ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, നിന്റെ പ്രാർത്ഥനയുടെ ശക്തി അവരുടെ പിന്നിൽ കാണും. ഒരു കടിഞ്ഞാണ് പോലെ അവരുടെ പിന്നിൽ കാണും. ഒരു കുതിരയെ പിടിച്ചു നിർത്തുന്നത് പോലെ പാപ വഴികളിലേക്ക് പോകാതെ, അരുതാത്ത വഴികളിലേക്ക് പോകാതെ അവരെ പിടിച്ചു നിർത്തുന്ന ഇന്ന് പകൽ ഈ ക്രൂശിന്റെ അരികിൽ നിന്ന് കരയുന്ന അമ്മമാരോട് യേശുവിന് പറയാനുള്ളത്, എന്നെ ചൊല്ലി കരയണ്ട. ഞാനിത് സഹിക്കുന്നത് മുഴുവൻ സ്വർഗീയ പദ്ധതി അനുസരിച്ച് ഞാൻ പുറത്തു വരുമെന്ന് എനിക്കറിയാം. പക്ഷേ പുറത്തു വരാതെ തകർന്നു പോകുന്ന, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം മുടിഞ്ഞു പോകുന്ന ഒരു യെരൂശലേമിനെ ചൊല്ലി നോക്കി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ വേദന. എല്ലാവരും പ്രാർത്ഥിച്ചു. ക്രൂശിന്റെ അരികിൽ നിന്നുകൊണ്ട് നിമിത്തം ഒന്ന് കരയട്ടെ. ഗോൽഗോഥയിലേക്ക് നടന്നു നീങ്ങുന്ന യേശു കാണുന്നത് മാറത്തടിക്കുന്നവരെയാണ്. കുറച്ച് അമ്മമാര് മാറത്തടിക്കുന്നു, കുറച്ച് സഹോദരിമാർ, കുറച്ച് സഹോദരന്മാർ, കൂടെ നടന്ന് പ്രസംഗം കേട്ടവർ, അപ്പം തിന്നവർ, അത്ഭുതം കണ്ടവർ മാറത്തടിക്കും. ഇന്ന് പകൽ മാറത്തടിക്കാൻ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. കുഞ്ഞുങ്ങളെ കിട്ടിയവർ മാറത്തടിച്ച് കരയട്ടെ. അപ്പോ എന്റെ സന്തതിയെ കൃപ കൊണ്ട് നിറയ്ക്കണമേ, എന്റെ സന്തതി അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, എന്റെ സന്തതിയെ വചനം കൊണ്ട് നിറയ്ക്കണമേ, എന്റെ സന്തതിയെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ, എന്റെ സന്തതിയെ പാപത്തിൽ നിന്ന് വിടുവിക്കണമേ, എന്റെ സന്തതിയെ ക്രിസ്തുവിനെ ക്രൂശിച്ചു വെക്കാൻ നിയോഗിക്കണമേ എന്ന് എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കണം.